AICC സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും മോദി ഭരണത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിലടക്കം അട്ടിമറി നടന്നു. രാജ്യം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്നും ഖാർഗെ ആവശ്യപ്പെട്ടു. അതേസമയം ഖാർഗെക്ക് ഇരിപ്പിടം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒപ്പം നൽകിയിൽ അദ്ദേഹത്തെ പകരം ഒരു കസേരയിലേക്ക് മാറ്റിയിരുത്തി. ഇത് ജാതി വിവേചനം എന്ന വിധത്തിലുള്ള ആരോപണമാണ് BJP ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കസേര മാറ്റിയത് ഇത്ര വലിയ പ്രശ്നമാണോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്. ശ്രീ ഷാബു പ്രസാദ്, നന്ദി ന്യൂസ് മലയാളത്തിൽ അതിഥിയായി എത്തിയതിന്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട സുദീർഘമായ ഒരു പ്രസംഗമാണ് AICC സമ്മേളനത്തിൽ 64 വർഷങ്ങൾക്ക് ശേഷം അഹമ്മദാബാദിൽ വെച്ച് ചേരുന്ന AICC സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ, ദലിത് നേതാവായിട്ടുള്ള ഒരു അധ്യക്ഷൻ നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറി അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ആരോപണം BJPക്കെതിരെ നടത്തുമ്പോൾ BJP ചോദിക്കുന്നത് അദ്ദേഹത്തെ ഒരു കസേരയിലേക്ക് ഇരുത്തി എന്നുള്ളതാണ്. യഥാർത്ഥ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഭയമുണ്ടോ BJPക്ക്? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പം AICC സമ്മേളനം ഗുജറാത്തിൽ നടക്കുന്നു. അവർ സ്വാഭാവികമായിട്ട് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയാണ്. അപ്പം BJP അവരുടെ രാഷ്ട്രീയ എതിരാളിയാണ്, ശത്രുവാണ്, ഭരണകക്ഷിയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ 10-11 വർഷമായിട്ട് അവർ ആകപ്പാടെ നാശകോശമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അണികളിൽ ആകപ്പാടെ, അതായത് അവരൊരു ഒരു ഉന്മൂലന ഭീഷണി തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. കാര്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരെ വേണ്ട, കോൺഗ്രസിനെ വേണ്ട എന്ന ആ ഒരു യാഥാർത്ഥ്യം ഇപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശയപരമായിട്ടുള്ള കൺഫ്യൂഷനിലാണ് അവർ ശരിക്കൊരു അസ്തിത്വ പ്രതിസന്ധിയിൽ തന്നെയാണ്. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മടയിൽ തന്നെ, സിംഹത്തിൻ്റെ മടയിൽ തന്നെ ചെന്ന് ഞങ്ങൾ ഇവിടെ സമ്മേളനം നടത്തുന്നു, അടുത്ത തവണ ഗുജറാത്തിൽ നിന്നും മോദിയെ BJP ഭരണത്തെ പിഴുതെറിയും, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു ചത്ത കുതിരയ്ക്ക് ജീവൻ വെപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടത്തട്ടെ, അല്ലാതെ വേറൊന്നും അതിൻ്റെ അകത്ത് പറയാനില്ല. അതിൻ്റെ അകത്ത് ഈ ഒരു ശ്രമങ്ങൾക്കിടയിൽ ഇങ്ങനെ ഓരോന്ന് പറയുമ്പം ഈ ഇത്രയും കാലം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഡ്ഢിത്തങ്ങൾ അത് വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ എങ്ങനെ തങ്ങൾക്ക് ജനപിന്തുണ നഷ്ടപ്പെട്ടു, 10-60 വർഷം രാജ്യം ഭരിച്ച ഒരു കക്ഷിക്ക് ജനപിന്തുണ നഷ്ടപ്പെട്ടു, വിധത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ശ്രീ ഷാബു പ്രസാദ് അവർ അവകാശപ്പെടുന്നത്. ആ വിധത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പക്ഷേ അതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ BJPയുടെ IT സെല്ലിന്റെ അധ്യക്ഷനായിട്ടുള്ള അമിത് മാളവിയ ഇന്ന് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അദ്ദേഹത്തിന്റെ കസേര മാറ്റി നിർത്തി, അതൊരു ജാതി വിവേചനമാണ് എന്ന നിലയിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ BJP അല്ലേ കോൺഗ്രസ് നടത്തുന്ന ചർച്ചകളെ മാറ്റി നിർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? അല്ലെന്നേ, ഇപ്പം BJPയും ഒരു രാഷ്ട്രീയ കക്ഷിയല്ലേ. BJPയുടെയും ഒരു മുഖ്യ രാഷ്ട്രീയ എതിരാളി എന്നുള്ള നിലയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ BJPയും അവരുടേതായ രീതിയിൽ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളും അതിൽ നിന്നുണ്ടാകും. പക്ഷെ മഹാരാഷ്ട്ര അടക്കമുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടു എന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷൻ പറയുമ്പോൾ BJP അതിനോട് പ്രതികരിക്കുന്നത് 82 വയസ്സുള്ള ഒരു മനുഷ്യൻ സോഫയിലല്ല കസേരയിൽ ഇരുന്നത് എന്നുള്ളതാണ്. അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യത്തോട് പ്രതികരിക്കുന്നില്ലല്ലോ BJP. ഇല്ല, ഇത് ഒരു കാര്യമുണ്ട്. തോറ്റു തുന്നം പാടിയ ഒരു ഇലക്ഷന്, ആ ഇലക്ഷനിൽ എങ്ങനെ തോറ്റു എന്നുള്ളതിനെപ്പറ്റി വിലയിരുത്താതെ അവിടെ ഇലക്ഷൻ അട്ടിമറിച്ചു, EVM ഹാക്ക് ചെയ്തു, ഇങ്ങനെയൊക്കെ പറയുന്നതിനോട് എന്ത് പ്രതികരിക്കാനാണെന്ന്. അവർ ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് ജനാധിപത്യത്തിൻ്റെ വിജയവും, അവർ തോൽക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് EVM അട്ടിമറി എന്ന് പറയുന്നതിനെക്കാട്ടി ഇതിനെക്കാട്ടി വലിയൊരു പരിഹാസ്യത വേറെയുണ്ടോ? എന്തുകൊണ്ടവർ മഹാരാഷ്ട്രയിൽ തോറ്റു എന്നുള്ളതിനെപ്പറ്റി ശരിയായൊരു വിലയിരുത്തൽ നടത്തുന്നതെത്തി അതിൽ നിന്ന് എങ്ങനെ പാഠം പഠിച്ച് മുമ്പോട്ട് പോകുക, അതിനൊക്കെയാണ് അവർ BJP ഒക്കെ കണ്ടുപിടിക്കേണ്ടത്. 2024 കഴിഞ്ഞ വർഷം ഈ സമയം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും NDAക്ക് മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. അപ്പോൾ അതും ആ തെരഞ്ഞെടുപ്പ് നടന്നതും EVMൽ തന്നെയാണ്.
ശ്രീ ഷാബു പ്രസാദ്, അത് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. അവിടെ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്ന പല ലോക്സഭാ മണ്ഡലങ്ങളുടെയും കണക്കനുസരിച്ച് നിയമസഭകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് അല്ല ഉണ്ടാവേണ്ടിയിരുന്നത്. അവിടെ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വികസിത രാജ്യങ്ങളിലെല്ലാം ഇപ്പോഴും ബാലറ്റാണ്. ലോകത്തെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരായിട്ടുള്ള അമേരിക്ക ഇപ്പോഴും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പേപ്പർ ബാലറ്റിലാണ്. അവിടെ ഒന്നും EVM ഇല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അല്ല, ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു ബോധം ഇവർക്ക് 2004-ലും 2009-ലും ഒന്നും തോന്നിയില്ലേ? 2004-ലും 2009-ലും ഈ കോൺഗ്രസ് മുന്നണി UPA ജയിച്ച് അധികാരത്തിൽ വന്നത് EVM-ൽ കൂടെയാണ് സുഹൃത്തെ. 2001 മുതൽ 2001, 2002 കാലം മുതൽ ഈ രാജ്യത്ത് മുഴുവൻ തെരഞ്ഞെടുപ്പുകളും, അസംബ്ലി തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും മുഴുവൻ നടക്കുന്നത് EVM-ലാണ്. ഇന്ന് അല്ലാതെ നരേന്ദ്രമോദി വന്നതിന് ശേഷം 2014 ശേഷം പൊട്ടിമുളച്ചു വന്ന സാധനമല്ല ഇത്. 1982-ലാണ് EVM എന്ന് പറയുന്നത് ലോകത്തിലാദ്യമായി ഉപയോഗിച്ചത്. അത് ഈ കേരളത്തിലാണ്. വടക്കൻ പറവൂർ നടന്ന തെരഞ്ഞെടുപ്പിലാണ്, അന്നത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം എത്രയോ ട്രയൽ ആൻഡ് എററുകൾ കഴിഞ്ഞ് 2001 മുതൽ 2001-ലാണ് കേരളത്തിൽ വ്യാപകമായി മുഴുവൻ ആ വിധത്തിൽ EVM നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ശ്രീ ഷാബു പ്രസാദ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് താങ്കൾ ചൂണ്ടിക്കാട്ടി, കോൺഗ്രസ് ഭരണകാലത്ത് UPA സർക്കാരുകളുടെ കാലത്ത് അന്ന് അവർക്ക് അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള വോട്ടിംഗ് പ്രക്രിയ നടന്നത് EVM-ലൂടെയാണ് എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് ഇതിന് പ്രതിരോധമായി പറയുന്നത് 2014-ന് ശേഷമാണ് ഈ വിധത്തിൽ കേന്ദ്ര ഏജൻസികളെ, ഭരണഘടനാ സ്ഥാപനങ്ങളെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എല്ലാം രാഷ്ട്രീയ നേട്ടത്തിനായി ദുരുപയോഗിക്കുന്നത് എന്നത് പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ പറയുകയാണ്. അപ്പോൾ അതിനു മുൻപ് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രതിരോധം. അല്ല, അവർക്ക് പിന്നെ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർക്ക് പറയാൻ പറ്റുമോ? ഇനി ഈവൻ BJP ഉന്നയിച്ചിട്ടുണ്ടോ? അതായത് ഇവിടെ എത്രയോ കാലം BJPയെ പോലെ തോറ്റിട്ടുള്ള ഒരു പാർട്ടി വേറെയുണ്ടോ ബിനിൽ? BJP തോറ്റ് ജയിച്ച ഒരു പാർട്ടിയല്ലേ? എത്രയോ കാലം പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയി വരെ 2.5 ലക്ഷം വോട്ടിനൊക്കെ തോറ്റിട്ടുണ്ട് ഗ്വാളിയറിൽ മാധവറാവ് സിന്ധ്യക്കെതിരെയൊക്കെ. അങ്ങനെ BJP തോറ്റു വന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ BJP ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെതിരെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ അത് അന്തസ്സാണ്. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മാനിക്കുക എന്നുള്ളത് ഇവിടുത്തെ എല്ലാ പാർട്ടികളുടെയും ഏറ്റവും മിനിമം റെസ്പോൺസിബിലിറ്റിയാണത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശ്രീ ഷാബു പ്രസാദ്, കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാക്കളെ വ്യാപകമായി ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP ഭരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതായി അവർ ചൂണ്ടിക്കാട്ടുന്നത്? തങ്ങളുടെ നേതാക്കളെ മാത്രം, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ. ഇപ്പോൾ ഒടുവിൽ ഗവർണർ രാജിനെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമല്ലേ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ അവർ പ്രതിരോധമായി ചൂണ്ടിക്കാട്ടുകയാണ്. നോക്കൂ, നരേന്ദ്രമോദിയെ പോലെ വേട്ടയാടപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഈ ലോക ചരിത്രത്തിലുണ്ടോ? 2001-ൽ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായ സമയം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ആ മനുഷ്യനെ എന്തെല്ലാം പറഞ്ഞിട്ടാണ് വേട്ടയാടിയിട്ടുള്ളത്? ഏതെല്ലാം രീതിയിൽ ക്രൂരമായും നീചമായും വേട്ടയാടുന്നതിൽ ഈ കോൺഗ്രസ് പാർട്ടി എന്നും മുൻനിരയിൽ തന്നെയല്ലേ? നരേന്ദ്രമോദിയെ മരണത്തിൻ്റെ വ്യാപാരി എന്ന് വിളിച്ചത് ആരാണ്? സോണിയാഗാന്ധിയല്ലേ? ഓരോ സമയത്ത് ഇവരെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതിനൊക്കെ ഗുജറാത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞത് AB വാജ്പേയിയാണ്. ഏറ്റവും മുതിർന്ന BJPയുടെ ഇപ്പോഴും ഏറ്റവും വലിയ ആരാധ്യനായ നേതാവ് പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയിയാണ് പറഞ്ഞത് നരേന്ദ്രമോദിയെ തൊട്ടടുത്തിരുത്തി വാർത്താ സമ്മേളനത്തിൽ. അല്ല, ഗുജറാത്തിൽ ഒരു വലിയ കലാപമുണ്ടായി. തീവണ്ടിയിലെ തീവെപ്പിനെ തുടർന്ന് ഗുജറാത്തിൽ വലിയൊരു കലാപമുണ്ടായി. അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒരു കലാപവും ഈ രാജ്യത്തുണ്ടാകാൻ പാടില്ല. അഥവാ കലാപങ്ങൾ ഉണ്ടായാൽ അത് സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. അതിൻ്റെ അകത്ത് അത് ഗുജറാത്ത് കലാപമായാലും ശരി, 84-ലെ സിഖ് വിരുദ്ധ കലാപമായാലും ശരി, ഒരു കലാപവും രാജ്യത്തുണ്ടാകാൻ പാടില്ല, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്താ അതിൻ്റെ അകത്ത് ഇത്ര സംശയം? അല്ലാതെ നന്നായി എന്നാണോ പ്രധാനമന്ത്രി പറയേണ്ടത്?
നരേന്ദ്രമോദിക്ക് അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഗുജറാത്ത് സംഭവിക്കേണ്ടതായിരുന്നു, ആ കലാപം നടക്കേണ്ടതായിരുന്നു എന്ന്? ആർക്കും അഭിപ്രായമില്ല. മര്യാദയ്ക്ക് നേരെ ചൊവ്വേ ചിന്തിക്കുന്ന തലയ്ക്ക് വെളിവുള്ള ആരും അത് പറയില്ല. അത് സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു. അതാണ് അത് പക്ഷേ സംഭവിച്ചു. അതിനെ കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞു. 10-25 വർഷവുമായി. അപ്പം പക്ഷേ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, നരേന്ദ്രമോദി അന്ന് മുഖ്യമന്ത്രിയായിരുന്നു. താങ്കൾ വേട്ടയാടി എന്ന് പറയപ്പെടുമ്പോൾ നരേന്ദ്രമോദിക്ക് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം, ഭരണഘടനാപരമായ ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ആ സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന വ്യക്തിയാണല്ലോ. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ? അല്ല, അതെ, അദ്ദേഹത്തിന് കാര്യം അദ്ദേഹം അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഏതെല്ലാം രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നു, എത്ര ജുഡീഷ്യൽ കമ്മീഷനുകളെ ഇവർ വെച്ചു. അത് കഴിഞ്ഞ് 10 വർഷം UPA ആണല്ലോ കേന്ദ്രം ഭരിച്ചത്. 2010 കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBIയുടെ പ്രത്യേക അന്വേഷണ സംഘം നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തത് 10 മണിക്കൂറാണ് തുടർച്ചയായി. അദ്ദേഹം നെഞ്ചുവേദന അഭിനയിച്ച ആശുപത്രിയിലൊന്നും പോയില്ല. ആ കമ്മീഷൻ്റെ മുമ്പിലിരുന്ന് ഭരണഘടനയ്ക്കും ഇവിടുത്തെ നിയമവാഴ്ചയ്ക്കും വിധേയനായിക്കൊണ്ട് അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരിക ചെയ്തത്. അതും ഇവർ ഭരിച്ചിരുന്ന കാലത്ത്. നരേന്ദ്രമോദിക്കെതിരെ ഒരു പെറ്റി കേസെങ്കിലും ചുമത്താൻ ഇവർക്ക് കഴിഞ്ഞോ? ഇവർ എന്തെല്ലാം ശ്രമിച്ചു ഇവർ. അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആ ക്രമസമാധാന നില കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഭരണഘടനാപരമായ ഒരു കാര്യമുണ്ട്, ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് ഈ രാജ്യത്തുണ്ടാകുന്ന ആദ്യത്തെ കലാപമല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഇവർ ഇത് പറയുന്നു, ഇവിടെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തില്ല. 1-2 ആഴ്ച മുമ്പാണ് 1984 നടന്ന 3000 സിഖുകാരെ വരെ തെരഞ്ഞു പിടിച്ച് ചുട്ടുകൊന്ന ഡൽഹി കലാപത്തിലെ മുഖ്യപ്രതിയായിരുന്ന കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിനെ ഈ 40 വർഷത്തിന് ശേഷം കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. കോൺഗ്രസ് നേതാവ്. ആ കലാപം ഉണ്ടായപ്പോൾ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീ ഷാബു പ്രസാദ്, നമ്മൾ AICC സമ്മേളനവുമായി ബന്ധപ്പെട്ടാണല്ലോ വരുന്നത്. നമ്മൾ വിഷയത്തിൽ നിന്ന് കുറച്ച് മാറിപ്പോകുന്നുണ്ട്. AICC സമ്മേളനം നടക്കുമ്പോൾ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അവർ പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്. ഇതിൽ കോൺഗ്രസിന് അങ്ങനെ എഴുതി തള്ളേണ്ട കാര്യമുണ്ടോ? കോൺഗ്രസ് ഇന്ത്യയുടെ ഹൃദയത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ, ദേശീയ പ്രസ്ഥാനമായിരുന്നല്ലോ യഥാർത്ഥത്തിൽ. അപ്പോൾ ഗുജറാത്തിൽ നിന്ന് അവർ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ എളുപ്പത്തിൽ എഴുതി തള്ളാൻ സാധിക്കുമോ കോൺഗ്രസിനെ? എഴുതി കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയും, ഇപ്പോൾ പ്രത്യേകിച്ച് BJP പോലെയുള്ളൊരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ അവരുടെ രാഷ്ട്രീയ എതിരാളികളെ എഴുതി തള്ളുകയൊന്നുമില്ല. ഗൗരവമായിട്ട് തന്നെ കാണുകയുള്ളൂ. അങ്ങനെ ഗൗരവമായിട്ട് തന്നെ കാണുകയും ചെയ്യണം. അതുതന്നെയാണ് ശത്രുവിനെ നിസ്സാരരായി കാണുക എന്ന് പറയുന്നത്. അതിനേക്കാട്ടിൽ വലിയ ഒരു വിഡ്ഢിത്തമില്ല ഒരു പോരാട്ടത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പ് ഫലവും വിജയവും പരാജയവും എല്ലാം വ്യക്തമായി വിലയിരുത്തി അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്ത് തന്നെ മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ തവണയും തുടർച്ചയായി നരേന്ദ്രമോദി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കൂ. ശരിയാണ്, മൂന്നാമത്തെ തവണ പ്രതീക്ഷിച്ച സീറ്റുകൾ കിട്ടിയില്ല. പക്ഷേ നിങ്ങളാലോചിച്ച് നോക്കൂ, ഇതിനു മുമ്പ് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തുടർച്ചയായി 2 ടേം ഭരണം കഴിഞ്ഞ് മൂന്നാമത് തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്ത സർക്കാരുകൾക്ക് സംഭവിച്ചത് എന്താണ്? ജവഹർലാൽ നെഹ്റു അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സർക്കാർ പച്ച തൊട്ടിട്ടുണ്ടോ? 2 വർഷം 2 വട്ടം 2004 മുതൽ 400 സീറ്റ് അവകാശപ്പെട്ടിട്ടാണ് ശ്രീ ഷാബു പ്രസാദ് 300-ൽ എത്താൻ സാധിക്കാതെ പോയത്. 400 സീറ്റാണ് അവകാശപ്പെട്ടിരുന്നത്. പറയട്ടെ, അതായത് അതൊക്കെ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണ്. വലിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക, ആ ഗോളിന് വേണ്ടി പരിശ്രമിക്കുക, അതിലേക്ക് എത്താൻ ശ്രമിക്കുക. ആത്യന്തികമായി ഒരു ജനാധിപത്യത്തിൽ എന്താണ് റിസൾട്ട് എന്ന് പറയുന്നത്? അവിടെ ഭൂരിപക്ഷം ലഭിക്കുക എന്നുള്ളതാണ്. ആ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. NDA മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ ഗോൾ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അതേസമയം പോലെയുണ്ട് ഞങ്ങൾ BJP ആ വലിയ 400 എന്നുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തില്ല. സാധാരണ പോലെ അങ്ങ് മത്സരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാനുള്ള അവസരം ഉണ്ടാവുമായിരുന്നില്ല. BJP മൂന്നാമതും ജയിച്ചു.
മൂന്നാമത്തെ തവണയും തുടർച്ചയായി ഒരു പ്രധാനമന്ത്രി അതും ഇത്രയധികം എതിർപ്പുകൾ നേരിട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒരു പ്രധാനമന്ത്രി മൂന്നാം തവണയും തുടർച്ചയായി സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ജവഹർലാൽ പക്ഷേ ഈ 400 ഗോൾ സെറ്റ് ചെയ്യുന്നത് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നത് BJP തന്നെയാണ്. ഈ വിജയത്തിന്റെ അന്ന് യഥാർത്ഥത്തിൽ ചിരിയേണ്ടത് നമ്മൾ AICC ആസ്ഥാനത്താണ്. ഈ 400 സീറ്റ് എന്ന് പറയുന്ന ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് BJPയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ അനന്ത്കുമാർ ഹെഗ്ഡെ പോലുള്ള ആളുകൾ പറഞ്ഞത് ഭരണഘടന തിരുത്തി എഴുതേണ്ടത് അനിവാര്യതയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് 400 സീറ്റ് നിങ്ങൾ BJPക്ക് നൽകേണ്ടത് എന്നുള്ള കാര്യമാണ്. അവിടെയാണ് ഇതൊരു തിരിച്ചടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. അല്ല, 400 സീറ്റ് സെറ്റ്, അതായത് 400 സീറ്റിൽ ഞങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് BJP പ്രവർത്തിച്ചത്. അപ്പം ആ ലക്ഷ്യത്തിലെത്തി, ആ 400 സീറ്റ് എന്നുള്ള ലക്ഷ്യത്തിൽ എത്തിയില്ല. പക്ഷേ ഇന്ത്യയുടെ ഭരണത്തിലെത്തി, ഭരണം പിടിച്ചു. മൂന്നാമത്തെ തവണയും തുടർച്ചയായി, ഞാൻ അത് തന്നെയാണ് ചോദിച്ചത്, രണ്ട് തവണ തുടർച്ചയായി അധികാരത്തിലിരുന്ന് മൂന്നാം തവണ 2014 ഇവർ വരുമ്പോൾ ഈ കോൺഗ്രസിനെ ഈ രാജ്യത്ത് ഒരു പ്രതിപക്ഷം പോലും ആക്കിയില്ല ഇവിടുത്തെ ജനങ്ങൾ. എത്ര ദയനീയമായിട്ടാണ് അവരെ പരാജയപ്പെടുത്തിയത്. ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചത് എന്താണ്? രാജീവ് ഗാന്ധിക്ക് വലിയ പരാജയമാണ് ഈ വിധത്തിൽ കോൺഗ്രസിന് ഉണ്ടായത്. അതിൽ നിന്ന് തിരിച്ചു കയറാനുള്ള അവരുടെ ശ്രമങ്ങൾ ഏത് വിധത്തിലാണ് BJP നോക്കി കാണുന്നത് എന്നുള്ള മറുപടിയാണ് ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് നമ്മളോട് പറഞ്ഞത്. നന്ദി ശ്രീ ഷാബു പ്രസാദ്, ന്യൂസ് പ്ലസിൽ അതിഥിയായി എത്തിയതിന്.